ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ എത്തിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കോടതിയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ രാവിലെയോടെ തന്നെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് ഇന്നലെ വൈകിട്ട് ഒരു 6 മണിയോട് കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിൽ എത്തിക്കുന്നതും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു ലഭിച്ചിരുന്ന വിവരങ്ങളെങ്കിലും 1 മണിയോട് കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ എത്തിക്കുന്നത്. കോടതിയിൽ എത്തിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത്. തുടർന്ന് ബോബി കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ രാവിലെ ഏകദേശം 11 മണിയോട് കൂടിയാണ് വയനാട്ടിലെ മേത്തിയിലെ റിസോർട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് വൈകിട്ടോടു കൂടി കൊച്ചിയിലെത്തുന്നതും വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? നേരത്തെ 11 മണിക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് എത്തിച്ചിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 അതിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യണോ അതോ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യാപേക്ഷ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് വൈകിട്ടോടെ എത്തിച്ചത്. 7 മണിക്ക് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ സമയം പോലീസിനുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കാനായി 24 മണിക്കൂർ സമയം പോലീസിന് മുൻപിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ. അതിനുശേഷം ഇപ്പോൾ കൊച്ചിയിലെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2ാം കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷം ഈ റിമാൻഡ് ചെയ്യണം എന്ന് പോലീസ് ആവശ്യപ്പെടും. ഈ സമയം ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ അത് പരിഗണിച്ച് ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തന്നെ കോടതി തീരുമാനം പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജാമ്യാപേക്ഷ ശക്തമായി പോലീസ് എതിർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ കേസിൽ നടപടികൾ ആരംഭിക്കും.